എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 172 ഒന്നാമത്തെ ചോദ്യമാണ് ചെയ്ത് നിർത്തിയത് അല്ലേ. ഇനി നമുക്കതിൽ രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇവിടെ നോക്കിയേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ തീപ്പെട്ടിക്കൊള്ളികൾ ഉപയോഗിച്ചുകൊണ്ട് സ്ക്വയറുകൾ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ത്രികോണങ്ങളാണ് ഉണ്ടാക്കിയിരുന്നത് അല്ലേ. അപ്പോൾ അതിന് പകരം നോക്കിയേ, ഇവിടെ 4 തീപ്പെട്ടികൾ വെച്ചുകൊണ്ട് ഇതേ ഒരു സ്ക്വയർ ഉണ്ടാക്കി, പിന്നെ 2 സ്ക്വയർ ഉണ്ടാക്കി, 3 സ്ക്വയർ ഉണ്ടാക്കി അല്ലേ. അപ്പോൾ ആ രൂപത്തിലുള്ള ഒരു ചിത്രം നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? റൈറ്റ് ആസ് എ ടേബിൾ ദി നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ആൻഡ് ദി നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് നീഡഡ് ടു മേക്ക് സ്ക്വയേഴ്സ് ലൈക്ക് ദിസ് ആൻഡ് ഫൈൻഡ് ദി റിലേഷൻ ബിറ്റ്വീൻ ദീസ് നമ്പേഴ്സ്. ഇതേ രീതിയിൽ നമ്മൾ സമചതുരം ഉണ്ടാക്കുന്ന സ്ക്വയറുകൾ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഈ സമചതുരങ്ങളുടെ എണ്ണവും, കഴിഞ്ഞ ക്ലാസ് നമ്മൾ ത്രികോണങ്ങളുടെ എണ്ണവും അതിന് വേണ്ടി വരുന്ന തീപ്പെട്ടികളുടെ എണ്ണവും അല്ല, അത് നമ്മൾ ചെയ്ത് ഓർമ്മയുണ്ടല്ലോ. അതുപോലെ ഇവിടെ സമചതുരങ്ങളുടെ സ്ക്വയറിന്റെ എണ്ണവും അതുപോലെ തന്നെ അതുണ്ടാക്കാൻ ആവശ്യമായ തീപ്പെട്ടിക്കോലുകളുടെ എണ്ണവും അത് എന്ത് ചെയ്യുക, ഒരു ടേബിൾ ആയിട്ട് എഴുതാം. എന്നിട്ട് അവ തമ്മിലുള്ള ബന്ധം ഒന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ആദ്യം ഇതിൽ എന്ത് ചെയ്താം, ഇവിടെ നമ്മൾ സ്ക്വയേഴ്സ് ആണ് ഉണ്ടാക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ സ്ക്വയേഴ്സ്, അതായത് സമചതുരങ്ങൾ, സമചതുരങ്ങൾ. ഇനി ഇവിടെ നമുക്ക് എന്ത് എഴുതാം, അതിന് വേണ്ട തീപ്പെട്ടിക്കൊള്ളുകളുടെ എണ്ണാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ മാച്ച് സ്റ്റിക്സ്, അതായത് തീപ്പെട്ടിക്കൊള്ളികൾ, മലയാളം മീഡിയക്കാർ അങ്ങനെ എഴുതാം. ഇനി നോക്കിയേ, ഇവിടെ നമ്മൾ ഒരു സ്ക്വയർ അല്ലെ, ഒരു സ്ക്വയർ നമുക്ക് എത്ര തീപ്പെട്ടിക്കൊള്ളികൾ വേണ്ടി വന്നു? 1, 2, 3, 4 തീപ്പെട്ടിക്കൊള്ളികൾ വേണ്ടി വന്നു അല്ലെ. അപ്പൊ മാച്ച് തീപ്പെട്ടിക്കൊള്ളിയുടെ എണ്ണം 4. അപ്പൊ ഒരെണ്ണം ഉണ്ടാക്കാൻ 4 എണ്ണം വേണ്ടി വന്നു. ഇനി 2 സ്ക്വയർ ഉണ്ടാക്കാനോ എത്ര എണ്ണം വേണ്ടി വന്നു? 1, 2, 3, 4, 5, 6, 7 അല്ലെ. അപ്പൊ 7 തീപ്പെട്ടിക്കൊള്ളികളാണ് 2 സ്ക്വയർ ഉണ്ടാക്കാൻ വേണ്ടി വന്നത്. ഇനി 3 എണ്ണം ഉണ്ടാക്കാനോ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അല്ലെ, 10 എണ്ണം. അപ്പൊ 3 എണ്ണം ഉണ്ടാക്കാൻ എത്ര എണ്ണം വേണ്ടി വന്നു? 10 എണ്ണം വേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ 4 എണ്ണം ഉണ്ടാക്കാൻ എത്ര എണ്ണം വേണ്ടി വരും? ഇതിന്റെ കൂടെ നോക്കിയാൽ 1, 2, 3 അല്ലെ. അപ്പൊ 3 തീപ്പെട്ടിക്കൊള്ളികൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എത്രയായി? നമുക്ക് 4 സ്ക്വയറുകൾ കിട്ടും അല്ലെ. അപ്പോൾ ഇതിന്റെ കൂടെ ഒരു 3 തീപ്പെട്ടിക്കൊള്ളിയും കൂടും. അതായത് ഈ 10 എണ്ണം ഉണ്ട്, 10ന്റെ കൂടെ ഒരു 3 കൂടിയും കൂടുമ്പോൾ 13 അല്ലെ. അപ്പൊ 13 തീപ്പെട്ടിക്കൊള്ളി ഉണ്ടെങ്കിൽ നമുക്ക് 4 സ്ക്വയറുകൾ ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും അല്ലെ. മനസ്സിലായല്ലോ? ഇപ്പൊ നമ്മൾ ടേബിൾ ആക്കി എഴുതി അല്ലെ. ഇനി സ്ക്വയറുകളും മാച്ച് സ്റ്റിക്കും, അതായത് തീപ്പെട്ടികളുടെ എണ്ണവും ഈ ചതുരങ്ങളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം എന്താണ്? അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ത്രികോണങ്ങളുടെ എണ്ണം കണ്ടുപിടിച്ചില്ലേ, അതേ രൂപത്തിൽ തന്നെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിയാൽ ആദ്യത്തെ സ്ക്വയർ ഉണ്ടാക്കാൻ നാം എന്ത് ചെയ്തു? 1, 2, 3 അല്ലെ, 3 തീപ്പെട്ടിക്കുള്ളി ഇങ്ങനെ വെച്ചു, പിന്നെ ഒരു തീപ്പെട്ടിക്കുള്ളി ഇങ്ങനെ വെച്ചു അല്ലെ. അപ്പൊ 3ഉം 1ഉം 4ഉം നമുക്ക് എഴുതിക്കൂടെ? അപ്പൊ അങ്ങനെ എഴുതാം അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ ഒരു കള്ളിയും കൂടി ഞാനിവിടെ വരയ്ക്കുന്നു. ഓക്കെ, ഇവിടെ ഞാൻ ഇതെന്നെ എഴുതുന്നു മാച്ച് സ്റ്റിക് അല്ലെ, തീപ്പെട്ടിക്കൊള്ളികൾ എന്ന് എഴുതുന്നു, അതെന്നെ എഴുതുന്നു മാച്ച് സ്റ്റിക്, തീപ്പെട്ടിക്കൊള്ളികൾ തന്നെ എഴുതുന്നു അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ 1, 2, 3, 3 ഇങ്ങനെ വെച്ചു, ഒരെണ്ണം ഇങ്ങനെ വെച്ചു അല്ലെ. അപ്പൊ ഞാൻ എഴുതുന്നു 3a+1. ഓക്കെ, ഇനി നോക്കിയാൽ 2 എണ്ണം ഉണ്ടാക്കിയപ്പോ നോക്കിയാൽ അല്ലെ, ഇത് ഒരെണ്ണം ഇങ്ങനെ വെച്ചു, 3 എണ്ണം. ഓക്കെ, പിന്നെ അടുത്തത് 3 എണ്ണം ഇങ്ങനെ വെച്ചു അല്ലെ, പിന്നെ ഒരെണ്ണം ഇങ്ങനെ വെച്ചു. മനസ്സിലായല്ലോ? അപ്പൊ 3 എണ്ണം ഇങ്ങനെ വെച്ചു, പിന്നെ 3 എണ്ണം ഇങ്ങനെ വെച്ചു, പിന്നെ ഒരെണ്ണം ഇങ്ങനെ വെച്ചു. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2, 3 അല്ലെ, 2, 3ഉം അതിന്റെ കൂടെ 1ഉം അല്ലെ. അപ്പൊ നമുക്ക് 2, 3 ഉണ്ട്. അപ്പൊ 2 × 3 നമ്മൾ ത്രികോണത്തിൽ ചെയ്തില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ, അതേപോലെ തന്നെ അല്ലെ. 2, 3ഉം പിന്നെ ഒരു 1ഉം, അപ്പൊ +1 ഇങ്ങനെ എഴുതാം അല്ലെ. ഇനി നോക്കിയാൽ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കിയാൽ, ഇങ്ങനെ വെച്ചു 3 എണ്ണം, ഇങ്ങനെ വെച്ചു അടുത്ത 3 എണ്ണം, ഇങ്ങനെ വെച്ചു അടുത്ത 3 എണ്ണം, പിന്നെ ഒരെണ്ണം ഇങ്ങനെ വെച്ചു അല്ലെ. അപ്പൊ 3 എണ്ണം എന്ത് ചെയ്തു? ഇവിടെ 3 ഉണ്ട് അല്ലെ, 1, 2, 3. അപ്പൊ 3 തീപ്പെട്ടിക്കുള്ളിൽ വെച്ചിട്ട് 3 പ്രാവശ്യം വെച്ചു, പിന്നെ ഒരൊന്നും വെച്ചു. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3 × 3 അല്ലെ, 3 തീപ്പെട്ടിക്കുള്ളിൽ വെച്ച് 3 പ്രാവശ്യം നമ്മൾ വെച്ചു, പിന്നെ അതിന്റെ കൂടെ പിന്നെ ഒരെണ്ണം ഇങ്ങനെയും വെച്ചു, ഇങ്ങനെ എഴുതാം. അങ്ങനെയാണെങ്കിൽ 4 എണ്ണത്തിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 4 പ്രാവശ്യം അല്ലെ, 4 പ്രാവശ്യം ഇങ്ങനെ 3 തീപ്പെട്ടിക്കുള്ളി കൂടി വെക്കുക, അതിനുശേഷം ഒരെണ്ണം ഇങ്ങനെ വെക്കുക അല്ലെ. അപ്പൊ നമുക്ക് എന്തെങ്ങനെ എഴുതാം? 4 × 3 +1. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് നോക്കിയാൽ തീപ്പെട്ടിക്കൊല്ലുകളുടെ എണ്ണം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? എത്ര സ്ക്വയർ ഉണ്ടോ അല്ലെ. ഇപ്പൊ 2 സ്ക്വയർ ആണ്. അപ്പൊ 2 സ്ക്വയർ ഉണ്ടാക്കണമെങ്കിൽ എത്ര തീപ്പെട്ടിക്കൊള്ളി വേണം? 2നെ 3 കൊണ്ട് ഗുണിക്കുന്നു അല്ലെ. 2നെ 3 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടി. ഇനി 3 സ്ക്വയർ ഉണ്ടാക്കാനോ?
3നെ 3 കൊണ്ട് ഗുണിച്ചു 1 കൂട്ടി. ഇനി 4 സ്ക്വയർ ഉണ്ടാക്കാനോ 4നെ 3 കൊണ്ട് ഗുണിച്ചു 1 കൂട്ടി. അതായത് എത്ര സ്ക്വയർ ഉണ്ടാക്കണമെങ്കിലും അതിന് വേണ്ട തീപ്പെട്ടിക്കുള്ളിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എത്ര സ്ക്വയർ ഉണ്ടാക്കണോ അതിനെ എന്ത് ചെയ്യണം? 3 കൊണ്ട് ഗുണിക്കുക. കണ്ട, അപ്പൊ 2 ആയപ്പോൾ 2നെ 3 കൊണ്ട് ഗുണിച്ചു, 3 ആയപ്പോൾ 3നെ 3 കൊണ്ട് ഗുണിച്ചു, 4 ആയപ്പോൾ 4നെ 3 കൊണ്ട് ഗുണിച്ചു. എന്നിട്ട് അതിന്റെ കൂടെ എത്ര കൂട്ടിയാൽ മതി? ഈ 1 അങ്ങോട്ട് കൂട്ടി കൊടുക്കുക. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു നമ്പർ ഓഫ് സ്ക്വയേഴ്സ്. കണ്ടില്ലേ? 3 കൊണ്ട് ആര് ഗുണിക്കണം? എത്ര സ്ക്വയർ ഉണ്ടോ അതിനെ നമ്മൾ 3 കൊണ്ട് ഗുണിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? 1 അതിന്റെ കൂടെ കൂട്ടാം. അപ്പൊ എനിക്ക് 5 സ്ക്വയർ ഉണ്ടാക്കണം. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 3 കൊണ്ട് എന്തിനു ഗുണിക്കുക? 5നെ ഗുണിക്കുക അല്ലേ? അല്ലെങ്കിൽ 5നെ 3 കൊണ്ട് ഗുണിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിന്റെ കൂടെ 1 കൂട്ടി കൊടുക്കുക. കണ്ട, അപ്പൊ 5 സ്ക്വയർ ഉണ്ടാക്കണമെങ്കിൽ 3 കൊണ്ട് 5നെ ഗുണിക്കുക. അപ്പൊ 3 ഇൻറ്റു 5 15, 15 പ്ലസ് 1 16 അല്ലേ? അപ്പൊ 16 തീപ്പെട്ടിക്കൊള്ളികൾ വേണം 5 സ്ക്വയർ ഉണ്ടാക്കാൻ. അപ്പൊ നമുക്ക് എത്ര സ്ക്വയർ ഉണ്ടാക്കണമെങ്കിലും എത്ര തീപ്പെട്ടിക്കൊള്ളി വേണമെന്ന് ഇതേ രൂപത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമായി. അപ്പൊ മലയാളം മീഡിയക്കാർ എങ്ങനെ എഴുതാം? തീപ്പെട്ടിക്കുള്ളിയുടെ എണ്ണം ഈക്വൽ ടു 3 ഇൻറ്റു സമചതുരങ്ങളുടെ എണ്ണം പിന്നെ പ്ലസ് 1. മനസ്സിലായില്ലേ? അപ്പൊ ഇതേ രൂപത്തിൽ എഴുതാം. ഇനി നമുക്കതിൽ രണ്ടാമത്തെ ചോദ്യം നോക്കാം. അപ്പൊ ഇനി നമുക്ക് നോക്കിയാൽ രണ്ടാമത്തെ ചോദ്യം അല്ലെ? രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്? എക്സ്പ്ലെയിൻ ദിസ് റിലേഷൻ ബൈ ഡ്രോയിങ് പിക്ചേഴ്സ് ഷോയിങ് ഹൗ ദി സ്ക്വയേഴ്സ് ആർ മെയ്ഡ്. അതായത് ഈ സമചതുരങ്ങൾ ഉണ്ടാക്കുന്ന രീതി അത് നമ്മൾ ചിത്രങ്ങൾ വരച്ചിട്ട് ഈ റിലേഷൻ ഈ ബന്ധം ഒന്ന് വിശദീകരിച്ചു കൊടുക്കാൻ അല്ലെ? സമചതുരം ഉണ്ടാക്കുന്നത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല എങ്ങനെയാണ് നമ്മൾ സമചതുരം ഉണ്ടാക്കുന്നത്? ഇവിടെ 3 വെച്ചു, പിന്നെ 1 വെച്ചു അല്ലെ? പിന്നെ നോക്കിയാൽ ഒരു 3 ഇങ്ങനെ വെച്ചു, അടുത്ത 3 ഇങ്ങനെ വെച്ചു, പിന്നെ ഒരെണ്ണം ഇങ്ങനെ വെച്ചു അല്ലെ? പിന്നെ ഒരു 3 ഇങ്ങനെ വെച്ചു, ഒരു 3 ഇങ്ങനെ വെച്ചു, അടുത്ത 3 ഇങ്ങനെ വെച്ചു, പിന്നെ 1 ഇങ്ങനെ വെച്ചു അല്ലെ? അങ്ങനെയാണ് നമ്മൾ എഴുതിയത് അല്ലെ? അപ്പൊ ആ കാര്യങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് വരച്ച് കാണിച്ചു കൊടുക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ട്രയാങ്കിൾ വരച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ? അതേ രൂപത്തിൽ തന്നെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ 3 പ്ലസ് 1 അല്ലെ? 3 3 പിന്നെ ഇവിടെ 1. അതേ രീതിയിൽ നമുക്ക് അതൊരു ചിത്രം വരയ്ക്കാം. ഇവിടെ നോക്കിയേ അല്ലെ? നമ്മൾ പറഞ്ഞ പോലെ തന്നെ 3 ഇങ്ങനെ വെച്ചു, പിന്നെ ഒരെണ്ണം ഇങ്ങനെ വെച്ചു അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 3 പ്ലസ് 1 അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് എഴുതാം 3 പ്ലസ് 1 അല്ലെ? ഇത്ര തീപ്പെട്ടിക്കൊള്ളി. ഇനി ഇവിടെ നോക്കിയാൽ നമുക്ക് 2 സ്ക്വയർ കിട്ടണമെങ്കിൽ നമുക്ക് നോക്കിയാൽ 3 ഇങ്ങനെ വെച്ചു, പിന്നെ അടുത്ത 3 ഇങ്ങനെ വെച്ചു അല്ലെ? ഇത് കൂട്ടി മുടിച്ചു കഴിഞ്ഞാൽ 2, പിന്നെ ഇതും കൂടി ഇങ്ങോട്ട് വെക്കാം അല്ലെ? അപ്പൊ എത്ര കിട്ടും? ഒരു 3, 2 3 ഉണ്ട്, ഒരു 1 അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2 3 അല്ലെ? അപ്പൊ 2 ഇൻറ്റു 3, പിന്നെ അതിന്റെ കൂടെ എന്ത് ചെയ്യണം? നമ്മൾ ഒരെണ്ണം കൂടിയും കൂട്ടണം അല്ലെ? പ്ലസ് 1. മനസ്സിലായില്ലേ? ഇനി ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു 3, ഇവിടെ ഒരു 3, ഇവിടെ ഒരു 3 അല്ലെ? 3 3 പിന്നെ ഒരു 1. ഓക്കെ, അപ്പൊ നമുക്ക് 3 ഇൻറ്റു 3 അതിന്റെ കൂടെ 1 ആഡ് ചെയ്യാം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് എത്ര സ്ക്വയർ ഉണ്ടാക്കണോ അതിനെന്ത് ചെയ്താൽ മതി? അതിന് നമ്മൾ 3 കൊണ്ട് ഗുണിച്ചിട്ട് 1 കൂട്ടിയാൽ മതി. കണ്ട, ഇപ്പൊ 2 സ്ക്വയർ ഉണ്ടാക്കണമെങ്കിൽ 2 ഇൻറ്റു 3 പ്ലസ് 1. 3 സ്ക്വയർ ഉണ്ടാക്കണമെങ്കിൽ 3 ഇൻറ്റു 3 പ്ലസ് 1. ഇനി ഒരു സ്ക്വയർ ഉണ്ടാക്കണമെങ്കിൽ 1 ഇൻറ്റു 3 അല്ലെ? 1 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 3 തന്നെ പ്ലസ് 1. അപ്പൊ 4 തീപ്പെട്ടിക്കുള്ളിൽ ഉണ്ടാക്കണം. അപ്പൊ അത് ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ നോക്കിയാൽ മൂന്നാമത്തത് അല്ലെ? മൂന്നാമത്തെ ചോദ്യം എന്താണ് പറഞ്ഞിട്ടുള്ളത്? റൈറ്റ് ദിസ് റിലേഷൻ ഡിനോട്ടിംഗ് ദി നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ബൈ എസ് ആൻഡ് ദി നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് ബൈ എം അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്ത അതേപോലെ തന്നെ ഇവിടെ നോക്കിയാൽ ഈ സ്ക്വയറിന്റെ എണ്ണത്തെ എസ് എന്ന് കൊടുക്കുക, മാച്ച് സ്റ്റിക്കിന്റെ എണ്ണത്തെ എം എന്ന് കൊടുക്കുക. എന്നിട്ട് ഈ ബന്ധം ഒന്ന് എഴുതാൻ. അപ്പൊ ഇവിടെ നോക്കിയാൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സിന് എസ് എന്ന് കൊടുക്കുക. അപ്പൊ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ എസ്, നമ്പർ ഓഫ് മാച്ചസ് അതായത് തീപ്പെട്ടിക്കൊല്ലുകളുടെ എണ്ണം എമ്മും. അങ്ങനെയാണെങ്കിൽ ഈ ബന്ധം നമുക്ക് ഇങ്ങനെ എഴുതും. നമുക്കറിയാം നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് അല്ലെ? അപ്പൊ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്കിന് പകരം എന്ത് കൊടുക്കാം? നമുക്ക് എം എന്ന് കൊടുക്കുക അല്ലെ? അപ്പൊ എം, അപ്പൊ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സിന് പകരം നമ്മൾ എം എന്ന് കൊടുത്തു. എം ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 3 ഇൻറ്റു അല്ലെ? അപ്പൊ 3 ഇൻറ്റു നമ്പർ ഓഫ് സ്ക്വയേഴ്സ്. നമ്പർ ഓഫ് സ്ക്വയേഴ്സ് നമ്മൾ ഏത് ലെറ്റർ കൊടുത്തു? എസ് എന്ന് കൊടുത്തു അല്ലെ? അപ്പൊ നമ്പർ ഓഫ് സ്ക്വയേഴ്സിന് പകരം നമുക്ക് എസ് എന്ന് കൊടുക്കാം അല്ലെ? പിന്നെ എന്ത് ചെയ്യണം? പ്ലസ് 1. കണ്ടോ? ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്കറിയാം നോക്കിയാൽ അക്ഷരങ്ങൾ അല്ലെ? ലെറ്റേഴ്സ് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ഇൻറ്റു ഉപയോഗിക്കാറില്ല. അങ്ങനെയാണ് നമുക്ക് ഒന്നുകൂടി മാറ്റി എഴുതാം. അങ്ങനെ എഴുതാം എം ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു എസ്, ഇൻറ്റു ചിഹ്നം കളയുക, അതായത് 3s പ്ലസ് 1. എം ഈസ് ഈക്വൽ ടു 3s പ്ലസ് 1. നമുക്ക് നാലാം ചോദ്യം എന്താണ്? വാട്ട് കൈൻഡ് ഓഫ് നമ്പേഴ്സ് ആർ എസ് ആൻഡ് എം?
ഇതിൽ എസ് എന്നും എം എന്ന് പറഞ്ഞത് എങ്ങനത്തെ നമ്പർ ആയിരിക്കും എന്നാണ് അല്ലെ. അപ്പൊ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം എന്താണ് എസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് അല്ലെ, സ്ക്വയറുകളുടെ എണ്ണം. അപ്പൊ സ്ക്വയറുകളുടെ എണ്ണം എന്തായിരിക്കും, ഒന്നോ രണ്ടോ മൂന്നോ നാലോ അല്ലെ. അതായത് ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കും, എണ്ണൽ സംഖ്യ ആയിരിക്കും അല്ലെ. 1 2 3 5 10 20. അപ്പൊ അത് നാച്ചുറൽ നമ്പർ ആയിരിക്കും, സ്ക്വയറിന്റെ എണ്ണം. ഇനി മാജിസ്റ്റിക്സ് തീപ്പെട്ടികളുടെ എണ്ണം എന്തായിരിക്കും, തീപ്പെട്ടികളുടെ എണ്ണം എപ്പോഴും എന്തായിരിക്കും, നാച്ചുറൽ നമ്പർ തന്നെ ആയിരിക്കും അല്ലെ, അതായത് എണ്ണൽ സംഖ്യ തന്നെ ആയിരിക്കും. പക്ഷെ അതൊരു പ്രത്യേകത ഉണ്ട്. എന്തായിരിക്കും പ്രത്യേകത, തീപ്പെട്ടികളുടെ എണ്ണം നമുക്ക് എങ്ങനെ കിട്ടുന്നത്, 3 കൊണ്ട് നമ്പർ ഓഫ് സ്ക്വയേഴ്സിനെ ഗുണിക്കുന്നു അല്ലെ. 3 കൊണ്ട് ഇപ്പൊ എത്ര സ്ക്വയർ ഉണ്ടാക്കണമെങ്കിലും അതിനെ നാം എന്ത് ചെയ്യുന്നു, 3 കൊണ്ട് ഗുണിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ 3 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, അത് 3ന്റെ എന്താണ്, മൾട്ടിപ്പിൾ ആണ്, ഗുണിതമാണ് അല്ലെ. അപ്പൊ എന്തായാലും നമുക്ക് കിട്ടുന്ന സംഖ്യ ഈ തീപ്പെട്ടികളുടെ എണ്ണം എന്തായിരിക്കും, നമ്പർ ഓഫ് സ്ക്വയേഴ്സിനെ 3 കൊണ്ട് ഗുണിച്ചതാണ്. അതായത് ആ സംഖ്യ ഒരു 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലെ. മൾട്ടിപ്പിൾ ആണ്, അതിന്റെ കൂടെ എത്ര കൂട്ടുന്നുണ്ട്, 1 കൂട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അതിന് എങ്ങനെ പറയാം, ഇവിടെ നോക്കിയേ, ഞാനൊരു സംഖ്യയെ 3 കൊണ്ട് ഗുണിക്കുന്നു. ഇപ്പൊ 3 × 5 അല്ലെ, 5നെ ഞാൻ 3 കൊണ്ട് ഗുണിച്ചു. ഇനി ഞാൻ ഇതിന്റെ കൂടെ 1 കൂട്ടുന്നു അല്ലെ. അപ്പൊ നോക്കിയാൽ 3 × 5 എന്ന് എത്രയാണ്, 15. 15 + 1 എന്ന് പറഞ്ഞാൽ നമുക്ക് 16 കിട്ടി അല്ലെ. ഇതാണ് നമുക്ക് തീപ്പെട്ടിക്കൊള്ളിയുടെ എണ്ണം കിട്ടുന്നത്. ഇപ്പൊ 5 സ്ക്വയർ ഉണ്ടാക്കാൻ നമുക്ക് 16 തീപ്പെട്ടിക്കൊള്ളികൾ വേണ്ടേ. ഇനി ഇവിടെ നോക്കിയാൽ 3 കൊണ്ട് ഗുണിച്ചോ 1 കൂട്ടി എന്ന് പറയുമ്പോൾ ഈ സംഖ്യയെ നാം 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്ര ശിഷ്ടം വരും, റിമൈൻഡർ വരും. ഈ 1 ആയിരിക്കും റിമൈൻഡർ വരും അല്ലെ. ഇവിടെ 1 നമ്മൾ കൂട്ടിയില്ലേ, അത് നമുക്ക് എന്താവും, റിമൈൻഡർ ആയിട്ട് വരും, ശിഷ്ടമായിട്ട് വരും അല്ലെ. ഇപ്പൊ നോക്കിയാൽ നമ്മൾ 16നെ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്ര വരും, 5 × 3 15 അല്ലെ. നമുക്ക് ഇങ്ങനെ ഹരിച്ചു നോക്കാം. നോക്കിയാൽ 16നെ ഞാൻ എന്തുകൊണ്ട് ഹരിക്കുന്നു, 3 കൊണ്ട് ഹരിക്കുന്നു. 5 പ്രാവശ്യം ഹരിക്കാൻ പറ്റും. 5 × 3 15 അല്ലെ. അപ്പൊ നമുക്ക് റിമൈൻഡർ എത്ര കിട്ടി, 1 കിട്ടി. അതായത് ഇവിടെ കൂട്ടിയ റിമൈൻഡർ അല്ലെ, കൂട്ടിയ 1 എന്തായി വരും, റിമൈൻഡർ ആയിട്ട് വരും അല്ലെ. അപ്പൊ നമ്മൾ 3 കൊണ്ട് ഏത് സംഖ്യയും ഗുണിച്ചിട്ട് അതിന്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം, ആ കിട്ടിയ സംഖ്യയെ നമ്മൾ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും, ആ കൂട്ടിയ 1 തന്നെ റിമൈൻഡർ ആയിട്ട് വരും. മനസ്സിലായില്ലേ. അപ്പൊ നമുക്ക് കിട്ടിയ തീപ്പെട്ടികളുടെ എണ്ണം എപ്പോഴും എന്തായിരിക്കും, അതിന് നാം ആ എണ്ണത്തെ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എപ്പോഴും എന്ത് ശിഷ്ടമായിട്ട് വരും, റിമൈൻഡർ ആയിട്ട് വരും, 1 റിമൈൻഡർ ആയിട്ട് വരും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി അതിനുണ്ട്. അപ്പൊ അത് ഒരു എണ്ണൽ സംഖ്യ ആയിരിക്കും. മാത്രമല്ല അതിനെ നമ്മൾ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എപ്പോഴും 1 റിമൈൻഡർ ആയിട്ട് വരും. ഈ കൂട്ടിയ 1 റിമൈൻഡർ ആയിട്ട് വരും. മനസ്സിലായില്ലേ. അപ്പൊ അതും കൂടി നമുക്ക് എഴുതി വെക്കാം. അപ്പൊ നമുക്ക് എഴുതാം, എസ് ഈസ് എ നാച്ചുറൽ നമ്പർ അല്ലേ. എസ് എപ്പോഴും എന്തായിരിക്കും, ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കും. അതായത് ഇവിടെ സ്ക്വയറിന്റെ എണ്ണം അല്ലേ, അപ്പൊ അത് എപ്പോഴും നാച്ചുറൽ നമ്പർ ആയിരിക്കും. അത് അത്ര മതി. ഇനി എം എന്ന് പറഞ്ഞാലോ, എം ഈസ് എ നാച്ചുറൽ നമ്പർ. എം ഒരു നാച്ചുറൽ നമ്പർ ആണ്, വിച്ച് ലീവ്സ് റിമൈൻഡർ 1 വെൻ ഡിവൈഡഡ് ബൈ 3. അപ്പൊ ഈ നാച്ചുറൽ നമ്പർ ആണ്, അതിന്റെ പ്രത്യേകത എന്താണ്, ആ സംഖ്യയെ നമ്മൾ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എപ്പോഴും റിമൈൻഡർ 1 തന്നെയായിരിക്കും കിട്ടുക, വേറെ സംഖ്യകളൊന്നും വരില്ല. മനസ്സിലായില്ലേ. അപ്പൊ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കുന്ന തീപ്പെട്ടികളുടെ എണ്ണം എത്രയായിരിക്കും, ആ എണ്ണത്തെ നമ്മൾ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ റിമൈൻഡർ 1 നമുക്ക് കിട്ടും അല്ലെ. അപ്പൊ മലയാളം മീഡിയക്കാർ എങ്ങനെ എഴുതണം, എസ് ഒരു എണ്ണൽ സംഖ്യയാകുന്നു അല്ലെ. അടുത്ത നമുക്ക് എങ്ങനെ എഴുതാം, 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം 1 കിട്ടുന്ന എണ്ണൽ സംഖ്യകളായിരിക്കും എം. മനസ്സിലായല്ലോ. 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 കിട്ടുന്ന എണ്ണൽ സംഖ്യയാണ് എം. ക്ലിയർ ആയില്ലേ. ഇനി നമുക്ക് അതിലെ 5ാമത്തെ ചോദ്യം നോക്കാം. If we take a number which leaves a remainder 1 on division by 3, how do we calculate the number of squares that can be made like this using that many matchsticks? എന്താണ് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, തീപ്പെട്ടികളുടെ എണ്ണം എപ്പോഴും എന്തായിരിക്കും, 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ റിമൈൻഡർ 1 വരുന്ന സംഖ്യകളായിരിക്കും നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു സംഖ്യ നമുക്ക് തന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് എത്ര സ്ക്വയർ ഉണ്ടാക്കാം എന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, ഇതാണ് നമ്മുടെ ചോദ്യം. മനസ്സിലായില്ലേ. അതായത് നമുക്ക് നോക്കിയാൽ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും, റിമൈൻഡർ 1 ആയിരിക്കും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ. അപ്പൊ അങ്ങനത്തെ സംഖ്യ ആയിരിക്കും എപ്പോഴും മാജിസ്റ്റിക്കിന്റെ എണ്ണം കിട്ടുക. അപ്പൊ അങ്ങനത്തെ ഒരു സംഖ്യ നമുക്ക് തന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് എത്ര സ്ക്വയർ ഉണ്ടാക്കാം എന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് നോക്കിയാൽ എനിക്ക് 9 എന്തുണ്ടാക്കണം, സ്ക്വയർ ഉണ്ടാക്കണം. അതിന് എത്ര തീപ്പെട്ടിക്കുള്ളിൽ വേണം, 3 × ഇവിടെ 9 സ്ക്വയർ ഉണ്ടാക്കാൻ എന്ത് വേണം, 9 സ്ക്വയർ എനിക്ക് ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ 3 × 9 സ്ക്വയർ ഇട്ടാ 9 സ്ക്വയർ എനിക്ക് ഉണ്ടാക്കണം, 9 സമചതുരങ്ങൾ ഉണ്ടാക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, 3 കൊണ്ട് നമ്പർ ഓഫ് സ്ക്വയേഴ്സ് അല്ല, എത്ര സ്ക്വയർ ഉണ്ടാക്കണം, 9 സ്ക്വയർ. അപ്പൊ 3 കൊണ്ട് ഞാൻ 9നെ ഗുണിക്കുന്നു, അതിന്റെ കൂടെ 1 കൂട്ടുന്നു അല്ലെ. അപ്പൊ എനിക്ക് എത്ര കിട്ടി, 3 × 9 27, 27 + 1 അല്ലെ. അപ്പൊ 28 തീപ്പെട്ടിക്കൊള്ളികൾ ഉണ്ടെങ്കിൽ എനിക്ക് 9 സ്ക്വയർ ഉണ്ടാക്കാൻ പറ്റും അല്ലെ. ഇനി ഞാൻ ചോദ്യം ഒന്ന് തിരിച്ചു ചോദിക്കുകയാണ്, തീപ്പെട്ടികളുടെ എണ്ണം മാത്രം തന്നു 28 നിൽക്കുക, ഇത് മാത്രം തന്നു.
28 തീപ്പെട്ടിക്കുള്ളികൾ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര സ്ക്വയർ ഉണ്ടാക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കും? ഇതൊന്നും തന്നിട്ടില്ല നമുക്ക്. ആകെ തന്നത് 28 തീപ്പെട്ടിക്കുള്ളികൾ ഉണ്ട്. അതുകൊണ്ട് എത്ര സ്ക്വയർ ഉണ്ടാക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിക്കുക? ആദ്യം നാം എന്ത് ചെയ്യണം നോക്കിയേ, ഇവിടെ നമുക്ക് 9 സ്ക്വയർ ഉണ്ടാക്കാൻ 9നെ 3 കൊണ്ട് ഗുണിച്ചു അല്ലേ? എന്നിട്ട് നമ്മൾ അതിൻ്റെ കൂടെ 1 കൂട്ടിയപ്പോഴാണ് നമുക്ക് 28 കിട്ടിയത് അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ കൂട്ടിയ 1 അങ്ങോട്ട് കുറയ്ക്കുക. 28ൽ നിന്ന് ഈ കൂട്ടിയ 1 1 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടി? 27 കിട്ടി അല്ലേ? അപ്പൊ 27 എത്ര 3 ഉണ്ടെന്ന് നോക്കാം അല്ലെ? നമുക്കറിയാം നോക്കിയാൽ ഓരോ 3 അല്ലെ? ഇവിടെ ഒരു 3, ഇവിടെ 2 3, ഇവിടെ 3 അല്ലെ? 3 സ്ക്വയർ ഉണ്ടാക്കാം, 3 വേണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 27 എത്ര 3 ഉണ്ടെന്ന് നോക്കാം. അപ്പൊ 27 എത്ര 3 ഉണ്ടോ അത്ര സ്ക്വയർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ലെ? അതായത് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? 28ൽ നിന്ന് എന്ത് കുറയ്ക്കണം? ഈ കൂട്ടി 27 കൂടെ 1 കൂട്ടിയപ്പോഴല്ലേ 28 കിട്ടിയത്. ആ 28ൽ നമുക്ക് 1 കുറച്ച് കളയാം. അപ്പൊ എത്ര കിട്ടും? 1 കുറച്ചാൽ നമുക്ക് 27 കിട്ടി കേട്ടാ. ഈ 27 നമുക്ക് കിട്ടി. ഈ 27 എത്ര 3 ഉണ്ടെന്ന് നോക്കാം അല്ലെ? നമ്മുടെ 3 കൊണ്ട് ഗുണിക്കല്ലേ ചെയ്യുന്നത്? 2 × 3 3 × 3. അപ്പൊ 27 എത്ര 3 ഉണ്ട് നോക്കാം. 27 എത്ര 3 ഉണ്ട്? 27നെ 3 കൊണ്ട് അങ്ങോട്ട് ഹരിക്കുക അല്ലെ? അപ്പൊ എത്ര കിട്ടും? 9. 9 × 3 27. അപ്പൊ നമുക്ക് 9 സ്ക്വയറുകൾ ഉണ്ടാക്കാൻ പറ്റി അല്ലെ? അപ്പൊ നാം ഇവിടെ എന്താണ് ചെയ്തത്? നമുക്ക് ഇതേപോലെ തീപ്പെട്ടികളുടെ എണ്ണം മാത്രം തന്നു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കുക? ഇതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? ഇവിടെ ഏതാണോ കൂട്ടിയത് അത് കുറയ്ക്കുക. അപ്പൊ 28ൽ നിന്ന് 1 ആദ്യം അങ്ങോട്ട് കുറയ്ക്കുക. അപ്പൊ നമുക്ക് 27 കിട്ടി. 27 എത്ര 3 ഉണ്ടെന്ന് നോക്കാം. എന്താ 3 നോക്കാൻ കാരണം? ഇവിടെ നമ്മൾ 3 കൊണ്ടാണ് ഗുണിക്കുന്നത് അല്ലേ? 3ന്റെ മൾട്ടിപ്പിൾ ആണ് ഈ സംഖ്യ. അപ്പൊ അതിൽ എത്ര 3 ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയറുകളുടെ എണ്ണം കിട്ടി. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് അതെങ്ങനെ എഴുതാം? നമ്പർ ഓഫ് സ്ക്വയേഴ്സ്. നമ്പർ ഓഫ് സ്ക്വയേഴ്സ് അതായത് സമചതുരങ്ങളുടെ എണ്ണം കിട്ടാൻ നാം എന്ത് ചെയ്താൽ മതി? തീപ്പെട്ടികളുടെ എണ്ണത്തിൽ നിന്ന് ആദ്യം 1 കുറയ്ക്കണം അല്ലേ? അപ്പൊ നമ്പർ ഓഫ് മാച്ച്സ്റ്റിക്സ് തീപ്പെട്ടികളുടെ എണ്ണം അതിൽ നിന്ന് ആദ്യം എന്ത് ചെയ്യണം? 1 കുറയ്ക്കണം അല്ലേ? 1 കുറയ്ക്കുക. എന്നിട്ട് ആ കിട്ടിയ ഉത്തരത്തെ 3 കൊണ്ട് ഹരിക്കുക അല്ലേ? അപ്പൊ ഇവിടെ നമുക്കൊരു ഉത്തരം കിട്ടും. ആ ഉത്തരത്തെ എന്ത് ചെയ്യുക? 3 കൊണ്ട് അങ്ങോട്ട് ഹരിച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് എത്ര സ്ക്വയറുകളുണ്ടെന്ന് കിട്ടും. മലയാളം മീഡിയക്കാരെ എഴുതാം നമ്പർ ഓഫ് സ്ക്വയേഴ്സ് അല്ല, അതായത് സമചതുരങ്ങളുടെ എണ്ണം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മാച്ചസ്, അതായത് തീപ്പെട്ടിക്കൊള്ളുകൾ അല്ലെങ്കിൽ തീപ്പെട്ടിക്കോലുകളുടെ എണ്ണം -1/3. 1 കുറച്ചിട്ട് അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് നമ്പർ ഓഫ് സ്ക്വയേഴ്സ് കിട്ടി. ഇനി നമ്മുടെ 6ാമത്തെ ചോദ്യം. എന്താണ് 6ാമത്തെ ചോദ്യം പറഞ്ഞിട്ടുള്ളത്? റൈറ്റ് ദിസ് കാൽക്കുലേഷൻ ഓൾസോ യൂസിങ് ലെറ്റേഴ്സ്. അതായത് ഇതും നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യം എന്ത് ചെയ്യുക? അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട് എഴുതാം, ലെറ്റേഴ്സ് ഉപയോഗിച്ച് എഴുതാം അല്ലെ? അപ്പൊ നമ്പർ ഓഫ് സ്ക്വയേഴ്സിന്റെ നമ്പർ അത് നമ്മൾ ഏതിൽ അക്ഷരം കൊടുത്തത്? അതിന് എസ് എന്നാണ് കൊടുത്തത് അല്ലെ? അപ്പൊ എസ് എന്ന് കൊടുത്തു. എസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മാച്ചസ്റ്റിക്സ് അല്ലെ? തീപ്പെട്ടിക്കോളുടെ എണ്ണത്തിന് നമ്മൾ എന്താ കൊടുത്തത്? എം എന്ന് കൊടുത്തു അല്ലെ? എം എന്നല്ല കൊടുത്തത്. ഇപ്പൊ എം അല്ലെ? -1 അല്ലെ? ബൈ എന്താണ്? 3. അപ്പൊ ഇതാണ് S ഈസ് ഈക്വൽ ടു m-1/3. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.